ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ നിഷാത്ത് ഗാർഡിന്റെ പരിസരത്ത് ഒരു തട്ടുകടന്റെ അടുത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കിന്റെ അലിയും മൈദപ്പൊടിയാണിത്. പാലക് ബജ്ജി. എന്താ നമ്മളെന്നത്തെ ഇപ്പോ അത് എവിടുത്തെയാണ് സാധനം? കാശ്മീരിലെ ഒരു വെറൈറ്റി ആയിട്ടാണ് പാലക്ക് ബജ്ജി. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്ത ഞങ്ങള് പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്, ഒക്കെ കാണണം. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് മാർക്കറ്റ് പോയ സമയത്ത് പാലക്ക് ഉണ്ട് നല്ല. അപ്പോൾ 1 കിലോ പാലക്കിൻ്റെ കെട്ടാണിത്. ഞാൻ അപ്പോൾ കാശ്മീരിൽ പോയപ്പോൾ ഞാൻ ഒരു പാലക്ക് ബജ്ജി ഉണ്ടാക്കി കണ്ടിരുന്നു. അങ്ങനെ ഓർമ്മ വന്ന സമയത്ത് ഒരു കെട്ട് വാങ്ങി. അപ്പോൾ ആ കെട്ടിൽ നിന്ന് ഞാൻ ഹാഫ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഹാഫ് നമ്മളെ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, ഓളെന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ. അതുകൊണ്ട് അപ്പോൾ ഈ ഹാഫ് ഇനി നല്ലോണം കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു പണ വെളുത്തുള്ളിയാണ് നമുക്ക് വേണം. അപ്പോൾ ഞാനത് വലിയ പാത്രത്തിലേക്ക്, സ്റ്റീൽ പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു കൈപ്പിടുത്തം മല്ലിയിലയും ഉപ്പ് പാകത്തിനിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മളെ കായം LG കായത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഒരു പാകത്തിന് മിക്സ് ചെയ്യും. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നത്, അധികം ലൂസ് ആകരുത്, അധികം ടൈറ്റ് ആകാത്ത മോഡലിൽ ഒരു മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ അളവ് കാണിച്ചു തരാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി മൈദപ്പൊടി വേണ്ടി വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് ഇട്ടാൽ മതി. ഈ പാലക്കിൻ്റെ ഇല വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ചെറുതാക്കി അരിയാണ്. ഇതേപോലെ കംപ്ലീറ്റ് അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് ഞാൻ നേരത്തെ കൂട്ടിയ മൈദപ്പൊടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് മൈദപ്പൊടിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അപ്പോൾ ഇട്ടാൽ മതി. അപ്പോൾ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇപ്പോൾ 1/2 കിലോയ്ക്ക് വേണ്ടിയിട്ടിട്ടുള്ളത്. ഇനി ഞാനൊരു 1/2 കപ്പും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നോക്കുക, നല്ലോണം മിക്സ് ചെയ്ത്. അപ്പോൾ കുറച്ചും കൂടി ഒരു കുറവുണ്ട്. അപ്പം ഞാനൊരു 1/4 കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് ഇതിലേക്ക് 1/2 കിലോയിലേക്ക് ഞാൻ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ഊറി വരും. അപ്പോൾ അത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇത് അടച്ചു വെച്ചാൽ മതി. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹൈ ചൂടൊരിക്കലും കുറക്കരുത്. ഇപ്പോൾ സംഭവം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്താണ്. അപ്പോൾ സ്വല്പം വെള്ളത്തിൻ്റെ അംശം പോലുണ്ട്. പക്ഷേ മൈദപ്പൊടി കൂട്ടൊന്നും വേണ്ട, ഒന്ന് ലൂസായ വെള്ളം, കാരണം ഇലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് ഇറങ്ങി വരും. അപ്പം ഇനി ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിലേക്ക് അങ്ങനെ ഇടുക. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയാണ്, അതിലേക്ക് അങ്ങനെ സ്വല്പമായിട്ട് അങ്ങനെ ഇടുക. ഹൈ ചൂടിൽ തന്നെ വേണം. അപ്പോൾ ഒന്നിട്ട് കഴിഞ്ഞ ശേഷം ഇതൊന്നും അങ്ങോട്ടേക്ക് മറിച്ചിടുക. ചൂടൊരിക്കലും കുറക്കരുത്. അപ്പം ഒന്ന് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് മറിക്കുക. അധികം പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയി കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ആയി വന്ന പോലെ ഉണ്ട്. ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഇങ്ങനെ വരും. ആ പച്ചയൊന്ന് മാറിയിട്ട് ഒന്ന് വാടിയ പോലെ വരും. അപ്പോഴാണത് ആയി നമുക്ക് അറിയാൻ കഴിയുക. അപ്പോൾ സംഭവം ഞാൻ കോരി പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് കാശ്മീരിൽ പൊതുവേ ഇതും താമരൻ്റെ തണ്ടൊക്കെ സ്ഥിരമായിട്ട് അവർ പൊരിക്കുന്നതാണ് റോഡ് സൈഡിൽ. അപ്പോൾ ഞാൻ പൊരിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് ഇടണം. ഇത് നമുക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാം, ഞാൻ വെറുതെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഒരുപാട് വെറൈറ്റി പൊരികളും സ്നാക്കുകളും ഡെസേർട്ടുകളൊക്കെ നമ്മളെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഇതിങ്ങനെ പകുതി മുറിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ശരീരത്തിനും നല്ലതാണ് ഈ പാലക്ക്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.
എന്നാൽ താങ്ക് യു.